ഹലോ എവ്രി വൺ, വെൽക്കം ടു നന്നൻ അക്കാദമി. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രകൃതിയിൽ കാണുന്ന വിവിധ തരം പ്രതിഭാസങ്ങളും അവയുടെ കാരണങ്ങളുമാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, കടലിൽ നിന്ന് നദിയിലേക്ക് കയറുന്ന കപ്പൽ അല്പം താഴുന്നു. ഇതിന് കാരണമെന്ത്? കടലിൽ നിന്ന് നദിയിലേക്ക് കയറുന്ന കപ്പൽ അല്പം താഴുന്നു. ഇതിന് കാരണമെന്ത്? കാരണം നദീജലത്തിൻ്റെ സാന്ദ്രത കടൽ ജലത്തേക്കാൾ കുറവായതിനാൽ. നദീജലത്തിൽ കൂടുതൽ വെള്ളം ആദേശം ചെയ്താൽ മാത്രമേ അത് കപ്പലിലെ ഭാരത്തിന് തുല്യമാകൂ. കടലിൽ നിന്ന് നദിയിലേക്ക് കയറുന്ന കപ്പൽ അല്പം താഴുന്നു. എന്താണ് കാരണം? നദീജലത്തിൻ്റെ സാന്ദ്രത കടൽ ജലത്തേക്കാൾ കുറവായതിനാൽ. നദീജലത്തിൽ കൂടുതൽ വെള്ളം ആദേശം ചെയ്താൽ മാത്രമേ അത് കപ്പലിൻ്റെ ഭാരത്തിന് തുല്യമാകൂ. അതുകൊണ്ടാണ് കടലിൽ നിന്ന് നദിയിലേക്ക് കയറുന്ന കപ്പൽ അല്പം താഴുന്നത്. രണ്ടാമത്തെ ചോദ്യം, മിന്നൽ കഴിഞ്ഞ് അല്പസമയം കഴിഞ്ഞാണ് ഇടിശബ്ദം കേൾക്കുന്നത്. ഇതിന് കാരണമെന്ത്? മിന്നൽ കഴിഞ്ഞ് അല്പം കഴിഞ്ഞിട്ടാണ് ഇടിശബ്ദം കേൾക്കുന്നത്. ഇതിന് കാരണം എന്താണ്? പ്രകാശത്തിൻ്റെ വേഗത ശബ്ദവേഗതയേക്കാൾ കൂടുതലായതിനാൽ. പ്രകാശത്തിൻ്റെ വേഗത ശബ്ദവേഗതയേക്കാൾ കൂടുതലായതിനാലാണ് മിന്നൽ കഴിഞ്ഞിട്ട് അല്പസമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇടിശബ്ദം കേൾക്കുന്നത്. അതിന് കാരണം പ്രകാശത്തിൻ്റെ വേഗത ശബ്ദവേഗതയേക്കാൾ കൂടുതലാണ്. മൂന്നാമത്തെ ചോദ്യം, അസ്തമയ സൂര്യൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണം. അസ്തമയ സൂര്യൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണം എന്താണ്? അസ്തമയ സൂര്യൻ്റെ രശ്മികൾ കൂടുതൽ ദൂരം അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്നു. അതിനാൽ നീല നിറം മുഴുവൻ വികിരണം ചെയ്തു പോകും. തരംഗദൈർഘ്യം കൂടുതലുള്ള ചുവപ്പ് നിറം നമുക്ക് ദൃശ്യമാകുന്നു. അതുകൊണ്ടാണ് അസ്തമയ സൂര്യൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നത്. അസ്തമയ സൂര്യൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതിൻ്റെ കാരണം എന്താണ്? അസ്തമയ സൂര്യൻ്റെ രശ്മികൾ കൂടുതൽ ദൂരം അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അതിനാൽ നീല നിറം മുഴുവൻ വികിരണം ചെയ്തു പോകും. എന്നാൽ തരംഗദൈർഘ്യം കൂടുതലുള്ള ചുവപ്പ് നിറം നമ്മുടെ അടുത്തേക്ക് എത്തും. അതുകൊണ്ടാണ് അസ്തമയ സൂര്യൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നത്. ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നു. ഇതിന് കാരണമെന്ത്? നാലാമത്തെ ചോദ്യം, ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നു. ഇതിന് കാരണമെന്ത്? ആകാശം നീല നിറത്തിൽ കാണാൻ കാരണം സൂര്യപ്രകാശം അന്തരീക്ഷത്തിലെ ധൂളികളിലും പൊടിപടലങ്ങളിലും തട്ടി അതിലെ നീല നിറത്തിന് കൂടുതൽ വികിരണം സംഭവിക്കുന്നതിനാലാണ് ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നത്. സൂര്യപ്രകാശം അന്തരീക്ഷത്തിലെ ധൂളികളിലും പൊടിപടലങ്ങളിലും തട്ടി അതിൻ്റെ നീല നിറത്തിന് കൂടുതൽ വികിരണം സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നത്. അഞ്ചാമത്തെ ചോദ്യം, മഴയ്ക്ക് ശേഷം മഴവില്ല് കാണപ്പെടുന്നതിന് കാരണമെന്ത്? മഴയ്ക്ക് ശേഷമാണ് നമ്മൾ മഴവില്ല് കാണുന്നത്. മഴയ്ക്ക് ശേഷം മഴവില്ല് കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ജലകണങ്ങൾ പ്രിസം പോലെ പ്രവർത്തിക്കുകയും പ്രകാശം 7 നിറങ്ങളായി തിരിയുകയും ചെയ്യുന്നു. അങ്ങനെയാണ് മഴവില്ല് രൂപപ്പെടുന്നത്. മഴയ്ക്ക് ശേഷം മഴവില്ല് കാണപ്പെടുന്നത് അതുകൊണ്ടാണ്. മഴയ്ക്ക് ശേഷം മഴവില്ല് കാണപ്പെടുന്നത് എന്ത് കാരണമാണ്? അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ജലകണങ്ങൾ, മഴയ്ക്ക് ശേഷം തങ്ങി നിൽക്കുന്ന ജലകണങ്ങൾ ഒരു പ്രിസം പോലെ പ്രവർത്തിക്കുകയും പ്രകാശം അതിലൂടെ കടന്നു പോകുമ്പോൾ അത് 7 വർണ്ണങ്ങളായി തിരിയുകയും ചെയ്യുന്നു. അങ്ങനെയാണ് മഴവില്ല് കാണുന്നത്. ആറാമത്തെ ചോദ്യം, ഒരു ഇരുമ്പ് കഷ്ണം ജലത്തിലിട്ടാൽ താഴുന്നു. എന്നാൽ ഇരുമ്പ് തകിടുകൾ കൊണ്ടുണ്ടാക്കിയ കൂറ്റൻ കപ്പലുകൾ ജലത്തിൽ മുങ്ങിക്കിടക്കുന്നു. ഇതിന് കാരണം എന്താണ്? ഒരു ഇരുമ്പ് കഷ്ണം ജലത്തിലിട്ടാൽ താഴ്ന്നു പോകുന്നു. എന്നാൽ ഇരുമ്പ് തകിടുകൾ കൊണ്ടുണ്ടാക്കിയ കൂറ്റൻ കപ്പലുകൾ ജലത്തിൽ മുങ്ങിക്കിടക്കുന്നു. ഇതിന് കാരണം എന്താണ്? പൊങ്ങിക്കിടക്കുന്നു. ഇതിന് കാരണം കപ്പൽ ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ ഭാരം കപ്പലിൻ്റെ ഭാരത്തിലേക്കാൾ കൂടുതലായിരിക്കും. കപ്പൽ ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ ഭാരം കപ്പലിൻ്റെ ഭാരത്തിലേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട്
ഏഴാമത്തെ ചോദ്യം, എണ്ണച്ചട്ടിക്ക് തീ പിടിച്ചാൽ വെള്ളം ഒഴിച്ച് കെടുത്തരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എണ്ണച്ചട്ടിക്ക് തീ പിടിച്ചാൽ വെള്ളം ഒഴിച്ച് കെടുത്തരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വെള്ളത്തിന് എണ്ണയേക്കാൾ ഘനത്വമുള്ളതിനാൽ എണ്ണ മുകളിൽ നിന്ന് കത്തും. അതുകൊണ്ടാണ് എണ്ണച്ചട്ടിക്ക് തീ പിടിച്ചാൽ വെള്ളം ഒഴിച്ച് കെടുത്തരുത് എന്ന് പറയുന്നത്. എട്ടാമത്തെ ചോദ്യം, നീരാവി കൊണ്ടുള്ള പൊള്ളൽ തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരമാണ്. ഇതിന് കാരണം എന്ത്? നീരാവി കൊണ്ടുള്ള പൊള്ളൽ തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരമാണ്. ഇതിന് കാരണം നീരാവിയിൽ തിളച്ച വെള്ളത്തേക്കാൾ ലീനതാപം കൂടുതലുള്ളതുകൊണ്ട്. നീരാവി കൊണ്ടുള്ള പൊള്ളൽ തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരമാണ്. ഇതിന് കാരണം നീരാവിയിൽ തിളച്ച വെള്ളത്തേക്കാൾ ലീനതാപം കൂടുതൽ ഉള്ളതുകൊണ്ട്. ഒമ്പതാമത്തെ ചോദ്യം, ജലത്തിനടിയിൽ വളരെ ആഴത്തിലേക്ക് പോകുമ്പോൾ ചെവിക്ക് വേദന തോന്നാൻ കാരണമെന്ത്? ജലത്തിനടിയിൽ വളരെ ആഴത്തിലേക്ക് പോകുമ്പോൾ ചെവിക്ക് വേദന തോന്നാനുള്ള കാരണം ജലം കർണപടത്തിൽ മർദ്ദം പ്രയോഗിക്കുന്നതുകൊണ്ട്. ജലത്തിനടിയിൽ വളരെ ആഴത്തിലേക്ക് പോകുമ്പോൾ ചെവിക്ക് വേദന തോന്നാനുള്ള കാരണം ജലം കർണപടത്തിൽ മർദ്ദം പ്രയോഗിക്കുന്നതുകൊണ്ട്. പത്താമത്തെ ചോദ്യം, അഴുക്ക് വസ്ത്രങ്ങൾ വൃത്തിയാക്കുവാൻ സോപ്പ് ഉപയോഗിക്കുന്നു. എന്താണ് ഇതിന് കാരണം? അഴുക്ക് വസ്ത്രങ്ങൾ വൃത്തിയാക്കാൻ സോപ്പാണ് ഉപയോഗിക്കുന്നത്. എന്താണ് കാരണം? സോപ്പ് ജലത്തിന് പ്രതലബലം കുറവായതിനാൽ സുഷിരങ്ങളിൽ ഇറങ്ങിച്ചെന്ന് അഴുക്കിനെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് അഴുക്ക് വസ്ത്രങ്ങൾ വൃത്തിയാക്കുവാൻ വേണ്ടിയിട്ട് സോപ്പ് ഉപയോഗിക്കുന്നത്. സോപ്പ് ജലത്തിന് പ്രതലബലം കുറവായതിനാൽ സുഷിരങ്ങളിൽ ഇറങ്ങിച്ചെന്ന് അഴുക്കിനെ ലയിപ്പിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ അഴുക്ക് വസ്ത്രങ്ങൾ വൃത്തിയായി കിട്ടുന്നു. അതുകൊണ്ടാണ് സോപ്പ് ഉപയോഗിക്കുന്നത്. 11ാമത്തെ ചോദ്യം, പ്രമേഹ രോഗികൾ പഞ്ചസാര ഉപയോഗിക്കരുതെന്ന് പറയാൻ കാരണം പഞ്ചസാര ദഹിപ്പിക്കുന്ന ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തതിനാൽ. പ്രമേഹ രോഗികളിൽ പഞ്ചസാര ഉപയോഗിക്കരുതെന്ന് പറയാൻ കാരണം പഞ്ചസാര ദഹിപ്പിക്കുന്ന ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തതിനാലാണ് പ്രമേഹ രോഗികൾ, ഈ രോഗമുള്ളവർ പഞ്ചസാര ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. 12ാമത്തെ ചോദ്യം, വവ്വാലുകൾ ഇരുട്ടത്ത് പറക്കുവാൻ കഴിയുന്നതിൻ്റെ കാരണമെന്ത്? വവ്വാലുകൾക്ക് ഇരുട്ടത്ത് പറക്കാൻ കഴിയും. അതിൻ്റെ കാരണം എന്താണ്? വവ്വാലുകൾക്ക് അവ പുറപ്പെടുവിക്കുന്ന അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങളിൽ തട്ടി തിരിച്ചു വരുന്നത് സ്വീകരിക്കാൻ കഴിയുന്നതിനാൽ. വവ്വാലുകൾ അവ പുറപ്പെടുവിക്കുന്ന അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. അവ വസ്തുവിൽ തട്ടി തിരിച്ചു വരുന്നത് സ്വീകരിക്കാൻ കഴിയുന്ന കാരണം വവ്വാലുകൾക്ക് ഇരുട്ടത്ത് പറക്കുവാൻ കഴിവുണ്ട്. 13ാമത്തെ ചോദ്യം, തേനീച്ചകൾ പറക്കുമ്പോൾ മൂളൽ ശബ്ദം കേൾക്കുന്നതിൻ്റെ കാരണം ചിറകുകളുടെ ഉയർന്ന കമ്പനാവൃത്തി മൂലം. തേനീച്ചകൾ പറക്കുമ്പോൾ മൂളൽ ശബ്ദം കേൾക്കുന്നതിൻ്റെ കാരണം ചിറകുകളുടെ ഉയർന്ന കമ്പനാവൃത്തി മൂലം. 14ാമത്തെ ചോദ്യം, ശീതരാജ്യങ്ങളിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന നിരത്തുകളിൽ ഉപ്പ് വിതറുന്നതിന് കാരണം. ശീതരാജ്യങ്ങളിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന റോഡുകളിലും നിരത്തുകളിലൊക്കെ ഉപ്പ് വിതറും. എന്താണ് കാരണം? ഉപ്പ് ചേരുമ്പോൾ ദ്രവണാങ്കം കുറയുന്നതിനാൽ മഞ്ഞ് പെട്ടെന്ന് ഉരുകി മാറുന്നു. ഉപ്പ് ചേരുമ്പോൾ മഞ്ഞിൻ്റെ ദ്രവണാങ്കം കുറഞ്ഞ് പെട്ടെന്ന് ഉരുകി മാറുന്നു. മഞ്ഞ് ഉരുകി വെള്ളമാവുന്നു. അതുകൊണ്ടാണ് ഉപ്പ് വിതറുന്നത്. 15ാമത്തെ ചോദ്യം, പ്ലാറ്റിനം കമ്പികൾ സ്ഫടികത്തിലും ഉറപ്പിക്കുവാൻ കാരണമെന്ത്? പ്ലാറ്റിനത്തിൻ്റെയും സ്ഫടികത്തിൻ്റെയും ദൈർഘ്യ വികസന ഗുണാങ്കം ഒരുപോലെ ആയതിനാൽ. 16ാമത്തെ ചോദ്യം, വളരെ ദൂരം ഓടുന്ന പെട്രോൾ ലോറിയുടെ പിന്നിൽ ചങ്ങല തൂക്കിയിടുവാൻ കാരണമെന്ത്? ഘർഷണം മൂലമുണ്ടാകുന്ന വൈദ്യുതി ചാർജിനെ ഭൂമിയിലേക്ക് നയിക്കുന്നതിന് വളരെ ദൂരം ഓടുന്ന പെട്രോൾ ലോറിയുടെ പിന്നിൽ ചങ്ങല തൂക്കിയിടുന്നു. ഘർഷണം മൂലമുണ്ടാകുന്ന വൈദ്യുത ചാർജിനെ ഭൂമിയിലേക്ക് നയിക്കാൻ. 17ാമത്തെ ചോദ്യം, വൈദ്യുത കാന്തങ്ങൾ ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നതിന് കാരണമെന്ത്? പച്ചിരുമ്പ് പെട്ടെന്ന് കാന്തമാവുകയും അത് പെട്ടെന്ന് കാന്തിക ശക്തിയെ വിട്ട് കൊടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വൈദ്യുത കാന്തങ്ങൾ ഉണ്ടാക്കുവാൻ പച്ചിരുമ്പ് ഉപയോഗിക്കുന്നത്, പച്ചിരുമ്പ് പെട്ടെന്ന് കാന്തമാവുകയും അത് പെട്ടെന്ന് കാന്തിക ശക്തിയെ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. 18ാമത്തെ ചോദ്യം, വൈദ്യുതി പരിവാരങ്ങളിൽ ഫ്യൂസ് കമ്പി ഉൾപ്പെടുത്തുന്നതിന് കാരണമെന്ത്? ശക്തിയേറിയ വൈദ്യുതി പ്രവാഹം വന്നാൽ ഫ്യൂസ് കമ്പി സ്വയം ഉരുകി അപകടം ഒഴിവാക്കുന്നതിനാൽ.
19ാമത്തെ ചോദ്യം, സമുദ്രതീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ഗോയിറ്റർ രോഗം ഉണ്ടാവാനിടയില്ല. ഇതിന് കാരണം എന്താണ്? അയഡിൻ്റെ കുറവാണ് ഗോയിറ്ററിന് കാരണം. സമുദ്രജലത്തിൽ ധാരാളം അയഡിൻ ഉള്ളതുകൊണ്ട് ഗോയിറ്റർ ഉണ്ടാവാൻ സാധ്യതയില്ല. 20ാമത്തെ ചോദ്യം, വടക്ക് നോക്കിയ യന്ത്രം എപ്പോഴും വടക്കോട്ട് നോക്കിയിരിക്കാൻ കാരണമെന്ത്? വടക്ക് നോക്കിയ യന്ത്രത്തിൽ സ്വതന്ത്രമായി കറങ്ങുന്ന ഒരു കാന്തസൂചി ഘടിപ്പിച്ചിട്ടുണ്ട്. സ്വതന്ത്രമായ കാന്തസൂചി ഭൂമിയിൽ തെക്ക് വടക്ക് ദിശയിലേക്ക് നിശ്ചലമായി നിലനിൽക്കുകയുള്ളൂ. തെക്ക് വടക്ക് ദിശയിലേക്ക് നിശ്ചലമായി നിൽക്കുകയുള്ളൂ. സ്വതന്ത്രമായ കാന്തസൂചി ഭൂമിയിലെ തെക്ക് വടക്ക് ദിശയിലേക്ക് നിശ്ചലമായി നിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വടക്ക് നോക്കിയ യന്ത്രം എപ്പോഴും വടക്കോട്ട് ദിശ കാണിക്കുന്നത്.